തുടങ്ങിയിട്ട് ഒരു വീഡിയോ പോലെ ഇട്ടില്ലായിരുന്നു. എന്നിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത്. അതുകൊണ്ട് ഒത്തിരി 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 താങ്ക്സ് കേട്ടാ. അപ്പൊ ഞങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയണേ. എന്നെയാണോ കൂടുതൽ ഇഷ്ടം, ഗൗരിക്കുട്ടിയാണോ? ആരാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയണം. ശിവ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ക്ലേ വെച്ചിട്ട് അടിപൊളി ഒരു സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത്. ഞാനല്ലാട്ടാ, ഇന്ന് ശിവയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഞാനിവിടെ പർപ്പിൾ കളറിലുള്ള ക്ലേ എടുത്ത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്ലാസിക് മിനി സീരീസിൽ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചു ക്ലേയുടെ ലിങ്ക്. ഞാൻ ഈ പ്രാവശ്യം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ക്ലേ എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയും ഈ തറയിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടാ, അതായിരിക്കും ബെറ്റർ. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പോവാ. ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ കുറേ ടൂൾസ് ഉണ്ട്, ടൂൾസ്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. നടക്കോ? നീ അങ്ങ് അടങ്ങിയിരിക്കും, എനിക്കറിയാൻ ചെയ്യാം കേട്ടാ. ഒന്നിച്ചൊക്കെ ചാനൽ ചെയ്യുന്ന കൊള്ളാം, ഞാൻ എഴുതിയിട്ട് ഇടിക്കും പറഞ്ഞേക്കാം. എന്തുവാ ഗൗരിക്കുട്ടി, നമ്മൾ ഒന്നിച്ചൊരു കാര്യം ചെയ്യുമ്പോ ഇങ്ങനെ കിടന്ന് തല്ലു പിടിക്കല്ലേ. ആ പോട്ടെ പോട്ടെ, നീ പറ. ഇനി നമുക്ക് എന്നിട്ട് ഇതുപോലെ പരത്തി സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഇത് താഴോട്ട് ആക്കരുത് ഗൗരിക്കുട്ടി. അതെന്തുവാ? താഴോട്ടാക്കിയാ കട്ടായി പോകത്തില്ലേ? അങ്ങനെ. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ലൈൻ ലൈൻ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ലൈൻ ലൈൻ ഇങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അതങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ഇതിപ്പോ നമ്മൾ ചെയ്തതേ കട്ടി കുറവായി പോയി. ഇത്തിരി കട്ടിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കും. ഇനി നമുക്ക് വെള്ളം ഉണ്ടാക്കണം. വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറിലുള്ള നമ്മുടെ ക്ലേയും വൈറ്റ് കളർ കുറച്ചെടുത്താൽ മതി. ആ ക്ലേയും കൂടെ ഇതുപോലെ ഒരുപാട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് കിണറ്റിന്റെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം. ഞാനിപ്പോ കുറെ കൂടെ വെച്ച്, കാരണം വെള്ളം കുറച്ചേ ഉള്ളൂ, ഇപ്പൊ കുറെ വെള്ളമായി. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറിലെയാണ്. ഗ്രീൻ കളർ എടുത്തിട്ട് ഇതിപ്പോ ക്ലേ എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കട്ടി കുറച്ച് ചെയ്യുന്നത്. കട്ടിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റാൻഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ ഗ്രീൻ കളറിലെ ക്ലേ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ കയ്യിലും തറയിലും ഒക്കെ തേച്ചില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടാ. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയ ടൂൾസ് ഉണ്ടല്ലേ, അത് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് റെഡിയായി. ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ കിണർ വെച്ച് കൊടുക്കുക. കറക്റ്റ് പൊസിഷനിൽ വെക്കണം. ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇളകി വരത്തില്ല കേട്ടാ. ഇനി നമുക്ക് വേണ്ടത് ബ്രൗൺ കളറിലുള്ള ക്ലേ ആണ്. അത് നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും രണ്ടെണ്ണം വെച്ചു കൊടുക്കണം. ഇതുപോലെ ഞാൻ ചെറുതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിത് ഇതുപോലെ രണ്ടെണ്ണം ഇതിന്റെ സൈഡിലും വെക്കണം, അപ്പുറത്തെ സൈഡിലും വെക്കണം. ഈ ചക്രം അങ്ങ് വലുത്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ സൈഡൊക്കെ വെട്ടി ഒന്ന് ചെറുതാക്കാം. അപ്പൊ ഈ ചക്രം ആണെങ്കിൽ കുറച്ച് ചെറുതാണ്. ഇനി നമുക്ക് തൊട്ടി തൂക്കേണ്ട സാധനമൊക്കെ വച്ച് അതിനകത്ത് ക്ലേ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിൽ ഓറഞ്ച് വച്ച് പച്ച കളറുള്ള ക്ലേ എടുത്ത് ഇതിന്റെ നടുക്ക് ഇങ്ങനെ വെക്കാം. നല്ല രസമാണ് കാണാൻ. ലാസ്റ്റായിട്ട് നമുക്ക് തൊട്ടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മഞ്ഞ കളറുള്ള ക്ലേ എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ കുഴിച്ച് ഇങ്ങനെയൊക്കെ ആക്കി ഒരു തൊട്ടിയുടെ ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ റെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തൊട്ടി റെഡി. പിള്ളേർക്കൊക്കെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ക്ലേ വെച്ച് പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ തൊട്ടിയും കിണറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കളിക്കുന്ന വേഷത്തിൽ വാച്ചല്ലേ.
എന്റെ അച്ഛനെ ഷാമ്പിന്റെ കടയാ, അപ്പൊ ഞാൻ കൊറേ ഇങ്ങ് എടുത്തോണ്ട് വന്നു. നിന്റെ അച്ഛനെ അറിയരുത്. എനിക്ക് തോന്നുന്നു ഇവൻ ആയുഷ്കാലം കുളിക്കാനുള്ള ഷാമ്പായി എടുത്തോണ്ട് വന്നേന്ന്. ഒന്ന് പോടാ. എല്ലാരും റെഡി ആയിക്കോ. ഇവിടെ വന്നിട്ട് ഷവറിൽ കുളിച്ചതേ ഇല്ല. ശിവ, വെരി വെരി താങ്ക്സ്. എടാ ശിവ, എനിക്കും കൂടെ കുറച്ച് വീട്ടിൽ താടാ. ഇന്ന ഷവർ 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 ഷവർ. അപ്പോ ഞാനിതൊന്ന് പൊടിച്ചു നോക്കട്ടെ. എനിക്ക് കിട്ടിയത് ബ്ലൂ നിറത്തിലുള്ള ക്ലിനിക് പ്ലസ് ആണ്. ഓ, നീ എന്തിനാ ഇത്രയും ഷാമ്പു വാരി ഒഴിച്ചത്? എന്റെ കണ്ണിലുള്ള ഷാമ്പുവിനാണ്. എനിക്ക് വെള്ളം വെള്ളം വെള്ളം. ഇന്ന വെള്ളം 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 വെള്ളം. ഇത്രയും ഷാമ്പൊക്കെ ആരെങ്കിലും വാരി പെറത്തൊഴിക്കോ? നീ ആകെ ഒരു ഇത്തിരിയല്ലേ ഉള്ളു, അപ്പൊ ഒരു ഇത്തിരി ഷാമ്പ് എടുത്താ പോരായിരുന്നാ? ഓക്കേ ഓക്കേ, ഐ ആം ഓൾറൈറ്റ്. ശിവ, ഐ ആം ഓൾറൈറ്റ്. ശിവ ശിവ, വെള്ളം ഒഴിക്ക്. ഇതിലേക്ക് ശരിക്കും വെള്ളം വരുന്നു. ശിവ ദേ. അയ്യേ, അത് കൊള്ളാത്ത അഴുക്ക് വെള്ളത്തിലാ നീ പോയി കുളിക്കുന്നത്. ഒഴിച്ചുതരാം. ഓക്കേ ഓക്കേ ഓക്കേ, എന്റെ കുളി കഴിഞ്ഞു. അടുത്തത് ഞാനാ. നീ അങ്ങോട്ട് മാറി ഇരിക്കടാ പന്നിക്കുട്ടാ. അയ്യോ സോറി. എനിക്കിതിലെ പാരച്യൂട്ട് മതി. പാരച്യൂട്ട്. ഈ പാരച്യൂട്ടിനകത്ത് എന്ത് കളറാണ്? താഴെ കമന്റ് ചെയ്യൂ. ഞാൻ പൊട്ടിക്കാൻ പോണേ. വൈറ്റ്. എനിക്ക് കിട്ടിയത് നല്ല ഗ്ലേസ് ആയിട്ടുള്ള വൈറ്റ് കളറാണ്. നിങ്ങൾ എന്തിനാ ഇത്രയും ഷാമ്പൊക്കെ വാരി ഒഴിക്കുന്നത്? പെട്ടെന്ന് മുഖം കഴിവ്, മുഖം കഴിവ്. ഞാൻ ഇതില് വെള്ളം നിറയ്ക്കട്ടെ, നിക്കി. ഇപ്പൊ കൊണ്ടുവരാം. ശിവ, വെള്ളം വെള്ളം. ആ, ഞാൻ ദാ ഒഴിക്കുവാ. എന്റെ കണ്ണ് നീറുന്നു. നിങ്ങൾ ആരും ഒത്തിരി ഷാമ്പ് എടുത്ത് ഒഴിക്കരുത്. ഷാമ്പ് ഒഴിക്കുമ്പോഴാണ് ഈ കണ്ണിലൊക്കെ വീഴുന്നത്. ആ, അപ്പം നമ്മുടെ അശ്വതിയും കുളിച്ച്. ഇനി എനിക്ക് കുറച്ച് ഷാമ്പ് ഒഴിച്ച് ആടാ. നിനക്ക് ഏതാ വേണ്ടത്? എനിക്കും പാരച്യൂട്ട് മതി. എനിക്കിതേ പിങ്ക് കളറിലുള്ള പാരച്യൂട്ട്. ഇതിന്റെ അകത്ത് എന്ത് നിറവാ? വൈറ്റ് വൈറ്റ്. എനിക്കും കൂടെ ഒഴിച്ച് താടാ. ഇന്ന വെള്ളം വെള്ളം വെള്ളം. ഗൗരി, ഇച്ചിരി വെള്ളം ഒഴിക്ക്. വെള്ളം കണ്ണും നീട്ടി വരുമോ നീ കണ്ണായന്റെ അരികിൽ, കണ്ട കുഞ്ഞു പുഴയിൽ തൂവെണ്ണ തിങ്കളഴകായി ഒഴുകി വരുമോ ഇതിലെ, തരുകി തഴുകി വരുമോ ഇതിലെ. ഓ, എന്റെ ശിവ, നീ എന്ന പാട്ട് നേരത്തെ പറയുന്നത് മൊത്തം പോട്ടെ ചേച്ചേ. അല്ലല്ലോ, നിനക്ക് ഇത്തിരി കുശുമ്പ് കൂടുതലാ. അയ്യോ, എന്റെ മുണ്ട്. നിങ്ങളെ
ശിവ, നമ്മളിനി ഒരിക്കലും പിരിയില്ല. നിന്റെ വില ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ചക്കിമോളെ, വാവെ കരയിപ്പിക്കല്ലേ കേട്ടോ. ഇല്ല, ഞാൻ കപ്പിക്കത്തില്ല. വാവെ, നീ കഥയല്ലേ കേട്ടാ. ചാച്ചി ഡോമിനോസ് കളിക്കാം. ഡോമിനോസ്. ആഹാ, പുഷ്പമൊക്കെ ഡോമിനോസ് കളിക്കാനോ? കളിക്കാം. നിങ്ങൾ എല്ലാരും അവിടെ അടങ്ങിയിരിക്കും. ഞാൻ പൊട്ടിക്കായി പാക്കറ്റ്. ഇതാണ് നമ്മുടെ വുഡ് വെച്ചിട്ടുള്ള ഡോമിനോസ്. ഞാൻ ഇത് പൊട്ടിക്കാൻ പോവാ. എല്ലാരും അടങ്ങിയിരിക്കണേ. അയ്യോ, ഇതിപ്പോ ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ അടുക്കാൻ കേട്ടാ. ചാരുമോളും കൂടെ വാ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ സൈഡിൽ നിന്ന് വെച്ച് തരാവേ. ആദ്യം നമുക്ക് റെഡ് വെക്കാം. പിന്നെ ഏത് കളറാ? ബ്ലൂ. ചെറിയ സ്പൈസ് വിട്ടിട്ട് നമുക്ക് ബ്ലൂ വെക്കാം. അടുത്തത് പർപ്പിൾ ആൻഡ് ഗ്രീൻ. ഇനി വീണ്ടും പർപ്പിൾ. ഒന്ന് തട്ടിയിട്ട് നോക്കാം. യെസ്. ചേട്ടാ, ഒരു കളർ വെക്കാണ്ട് എല്ലാ റെയിൻബോ കളേഴ്സും വെക്ക്. അപ്പൊ കാണാൻ നല്ല ഭംഗിയാ. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് യെല്ലോ വെക്കാം. പിന്നെ റെഡ്, ഗ്രീൻ ആൻഡ് പർപ്പിൾ. വീണ്ടും നമുക്ക് ബ്ലാക്ക് വെച്ച് കൊടുക്കാം. ബ്ലാക്ക് നമ്മൾ ഫസ്റ്റ് വെക്കുന്നതേ ഉള്ളൂ. ഇനി വൈറ്റ് വെച്ച് കൊടുക്കാം. ഒരുപാട് കളർ ഇല്ലല്ലോ ഇതില്, നമുക്ക് ഉള്ളതൊക്കെ വെക്കാം എന്തായാലും. അടുത്തത് പിങ്ക്. അയ്യോ, അവിടെ ഇരിക്കും. അയ്യോ, അവിടെ ഇരിക്കും. അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അടുത്തത് വൈറ്റ്. പിന്നെ ഒരു യെല്ലോ. പിന്നെ ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ, വൈറ്റ്, റെഡ്. വീണ്ടും റെഡ്, പിങ്ക്, ബ്ലൂ. ഇനി നമുക്കിത് ഫുൾ ഇങ്ങനെ അടുക്കി പോവാട്ടോ. കാണാൻ നല്ല രസമുണ്ട് അല്ലേ ചാരു? നല്ല ഭംഗിയുണ്ട്. വേഗം ആവട്ടെ, എനിക്കിത് കാണാൻ കൊത്തായിട്ടോ. ഓക്കെ, ഞാൻ മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഒരു ക്ലേ കോമ്പറ്റീഷനാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ഇവിടെ ഇരിപ്പുണ്ട്. ക്ലേ ഉണ്ട്, അതുപോലെ ഇഷ്ടമുള്ള ഒരുപാട് ടൈപ്പ് ടൂൾസ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ഐറ്റംസ് വേണം ഇന്നിവിടെ ചെയ്യാൻ. നിങ്ങളിപ്പോൾ ടീമായിട്ടല്ല, ഓരോരുത്തർ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഏറ്റവും ടോപ്പ് വിന്നേഴ്സ് ആരോ അതിൽ 2 പേരെ സെലക്ട് ചെയ്തിട്ട് പ്രൈസും ഉണ്ട്. അപ്പം നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് എല്ലാവരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം ടീച്ചർ ഇതേ ഓഫീസ് റൂമിലോട്ട് പോവുകയാണ്. 2 മണിക്കൂർ സമയമുണ്ട്. ഈ സമയത്ത് നിങ്ങളിത് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഒരുപാട് ടൈപ്പ് കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഓവൻ ടൈപ്പ് ആയിട്ടുള്ള ക്ലേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡാണ്. അത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല ലൂസായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് പോവുകയാണേ. ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുക, ഏത്
ചെയ്തതൊന്ന് ലൂസ് ചെയ്യാം. ഇപ്പൊ നല്ല ലൂസ് ആയിട്ടുണ്ട്. ഇത് ഏത് ടൂൾ എടുക്കാം? ഈ ടൂൾ എടുക്കാം. നമുക്ക് ചട്ടി പോലെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നല്ല ഹോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു പിടി എടുക്കണം. പിടിക്ക് ഇപ്പൊ ഏത് കളർ എടുക്കുക? പിടിയായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ റെഡ് കളർ തന്നെ കൊടുക്കാം. ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതുപോലെ ഇച്ചിരി റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാം. എന്നാലല്ലേ കാണാൻ ഒരു ഗുമ്മയുള്ളൂ. അപ്പൊ നമുക്കിത് ഈ സൈഡിലും വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന് ഒരു അടപ്പ് വേണമല്ലോ. അതിന് നമുക്ക് വേണ്ടിയിട്ട് ബ്രൗൺ കളർ എടുക്കാം അല്ലേ? ഇത് നല്ല ഡാർക്ക് ബ്രൗൺ ആട്ടോ. ഇതെടുത്തിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പം നന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് ചെയ്താലും മതി. ഗ്ലാസ് വെച്ചാൽ കുറച്ചും കൂടി ഫിനിഷിംഗ് ലുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് വെച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ കുറഞ്ഞ ക്ലേ ഇല്ലേ, അത് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടും. പക്ഷെ ഇത് നല്ല ഒട്ടുന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല ഹാർഡാണ്. നമ്മൾ കൈ വെച്ചിട്ട് ലൂസാക്കി എടുക്കണം. അതാണ് കഴിവ്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അതുപോലെ ഈ നടുക്കായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളല്ല, ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പൊങ്ങിയിരിക്കണം. ഇത് വേണ്ട, ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നമുക്കിതിങ്ങനെ താഴെ വെച്ചിട്ട് ഇതിങ്ങനെ പൊങ്ങിയിരിക്കണം. നല്ല അടപ്പാണെന്നുള്ളൊരു ഫീൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കണം. കേട്ടോ, ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊരു പിടി കൂടി വെച്ച് കൊടുക്കാം. പിടിക്ക് നമുക്ക് ഈ റെഡ് കളർ തന്നെ വെക്കാതായിരിക്കും നല്ലത്. പിടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെള്ളം നനയ്ക്കുകയാണെങ്കിൽ നല്ല, എനിക്ക് തോന്നുന്നു നല്ല കണക്ക് ഇതിൽ ഒട്ടിയിരിക്കും. അപ്പം നമ്മുടെ അടപ്പും റെഡിയായി. അടുത്തത് ഞാനിനിയിപ്പോൾ എന്തും ഉണ്ടാക്കുന്നത്. കിച്ചണിൽ ഏറ്റവും കൂടുതൽ അമ്മ ഉപയോഗിക്കുന്നത് അമ്മിക്കല്ല്. അപ്പം അമ്മിക്കല്ല് തന്നെ ഉണ്ടാക്കാം. അമ്മിക്കല്ല് എന്താ വെച്ചാൽ ബ്ലാക്ക് കളറല്ലേ അമ്മിക്കല്ല്. അപ്പം ബ്ലാക്ക് കളർ എടുക്കാം. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് എന്തൊരു ഭയങ്കര ഹാർഡായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ യൂസ് ചെയ്തത് നല്ല സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര ഒട്ടിപ്പിടുത്തമായിരുന്നു. ഇത് പക്ഷെ ഭയങ്കര ഹാർഡായി പോയി. എന്തായാലും ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ അതിൽ ഗ്ലാസ് വെച്ചാണെങ്കിൽ നല്ല ഫിനിഷിങ് പോയിന്റ് പോലെ നമുക്ക് നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്ലാസ് മാറ്റി കൊടുത്തിട്ട് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം നമുക്ക് നല്ല കറക്റ്റ് നമ്മുടെ അമ്മിക്കല്ല് പോലെയൊക്കെ ഇരിക്കും. ഇനി നമുക്കിത് ഇതിൻ്റെ സൈഡിലല്ല, ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെറിയ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കണം. ഡോട്ട്സ് പോലെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ അമ്മിക്കല്ലിനകത്ത് ഡോട്ട്സ്. അപ്പം അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് കുഴവ ഉണ്ടാക്കണം. കുഴവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇതേ കുഴവയായി. വേണ്ട, നമ്മുടെ അമ്മിക്കല്ല് ഇവിടെ റെഡി. കൊള്ളാമല്ലേ? കറക്റ്റ് ബ്ലാക്ക് കളറിലുള്ള അടിപൊളി അമ്മിക്കല്ല്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു അമ്മിക്കല്ല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇല്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം എൻ്റെ അമ്മിക്കല്ല് റെഡി. അടുത്ത ഉണ്ണിക്കുട്ടനാ. അടുത്തത് ഞാനാണല്ലേ. അമ്മേ, അയ്യോ ഉണ്ണിക്കുട്ട, എന്തെങ്കിലും പറ്റിയോടാ? ഞാനിവിടുത്തെ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തതാടാ. ഞാൻ ഒരു കിച്ചൺ സെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് കളറിലുള്ള ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലൂസ് ആക്കാം നമുക്ക് ആദ്യം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കണം. ഈ ഗ്ലാസ് വെച്ചിട്ട് തന്നെ. അല്ല, നിങ്ങളെല്ലാരും എന്താ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് നിൽക്കുന്നത്? അല്ല, നിങ്ങൾ അറിഞ്ഞോ? എന്താടാ? ഞാനും അറിഞ്ഞില്ല, അതാ ചോദിച്ചത്. ഒന്ന് പോടേരക്കാം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ കൊണ്ടുവന്നെന്നറിയോ? എന്റെ അച്ഛൻ എനിക്കൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കളിക്കാനോ? എന്താണ് സാധനം? ഒരു കാര്യം ചെയ്, എന്തുവായിരിക്കും ഗസ് ചെയ്യാമോ? തേങ്ങാ മുട്ടായി. ഒന്ന് പോടാ, അതൊന്നുമല്ല, കളിക്കുന്ന സാധനമാ. നാരങ്ങ മിഠായി. ആർത്തി പണ്ടാരം. തിന്നുന്ന ഒരു വിചാരമേ ഉള്ളൂ. ഇത് തിന്നുന്ന സാധനമൊന്നും അല്ലടാ, കളിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞില്ലേ? പസിൽ, വാട്ടർ ഗെയിം, ഏണിയും പാമ്പും, തേൻ മുട്ടായി. ദേ, ഇനി നീ വാ തുറന്ന നിന്നെ ചവിട്ടി കൂട്ടും ഞാൻ പറഞ്ഞു തിന്നുന്ന സാധനം അല്ലെന്ന്. സ്ലൈം ആണോടാ? യെസ്, സ്ലൈം. സ്ലൈം മാത്രമല്ല, നിങ്ങളിത് കണ്ടാൽ ഞെട്ടി പോവും. ശരിക്കും സാധനമുണ്ട്.
സ്ലൈമാ, നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ലൈം ഉണ്ട്, യെല്ലോ സ്ലൈം, സൂപ്പർ സ്ലൈം ആണ് ഇത് മൊത്തം. നമുക്ക് എന്തൊക്കെ കളർ സ്ലൈം ഉണ്ടെന്ന് നോക്കാം. യെല്ലോ, വൈറ്റ്, പിങ്ക്, ബ്ലൂ, ഇത് ഗ്ലിറ്റേഴ്സ്, പിന്നെ സ്റ്റാർസ്, പല കളറിലുള്ള സ്റ്റാർസ്, പിന്നെ ഗ്രീൻ കളറിലുള്ള സ്ലൈം. ഇത്രയാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഈ സ്ലൈം ഒക്കെ ഇങ്ങോട്ട് അടുക്കി വെക്കാമേ. നമുക്കൊരു ഗെയിം കളിക്കാം. നിങ്ങൾ എല്ലാവരും ഇരിക്കും. നിങ്ങൾക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്ലൈമിന്റെ അടുത്ത് പോയിരിക്കും. എനിക്ക് ഇഷ്ടം ബ്ലൂവാ. എനിക്ക് ഗ്രീൻ, എന്റെ ഡ്രസ്സിന്റെ അതേ കളർ. എനിക്ക് ട്രാൻസ്പെറന്റ് മതി. ഓക്കെ, അപ്പൊ എല്ലാരും സ്ലൈം സെലക്ട് ചെയ്തിട്ടുണ്ട്. മുയലച്ച, എന്താ ഈ സ്ലൈം? ആദ്യം പിള്ളേര് കളിക്കുന്ന എന്തോ ഒരു ഐറ്റമാ. നീ വാ, നമുക്ക് ഇവിടെ മറഞ്ഞു നിന്ന് നോക്കാം. ഓക്കെ ഓക്കെ, നീ ഇങ്ങോട്ട് നിൽക്കേ. എടാ, അങ്ങോട്ട് പോയി അവർ കാണും. നമുക്ക് ഈ മരത്തിന്റെ മേളിൽ കയറിയാലോ? ആ, നൈസ് ഐഡിയ. നമുക്ക് ഇവിടെ ഇരുന്നപ്പോ നല്ല വ്യക്തമായിട്ടെല്ലാം കാണാം. ഓക്കെ ഓക്കെ, നമുക്ക് ഇത്രയും സ്ലൈം ഉണ്ട്. ഗെയിം എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇത്രയും സ്ലൈമിന്റെ കൂടെ നമ്മൾ ഗ്ലിറ്റേഴ്സ് തരുന്നുണ്ട്. ഇനി വെറൈറ്റി ഐറ്റംസ് ആണ്. വേറൊന്നുമല്ല, പൗഡർ ഉണ്ട്, കോൾഗേറ്റ് ഉണ്ട്, പിന്നെ ഉള്ളത് ഫെയർ ആൻഡ് ലവ്ലി ആണ്. എല്ലാ വെറൈറ്റി സാധനങ്ങൾ. പിന്നെ ഉള്ളത് ഫെവിക്കോൾ ഉണ്ട്, പിന്നെ ഉള്ളത് സോപ്പ് പൊടി. ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ ഇവിടെ ഫൺ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ മനുക്കുട്ടൻ. ഞാൻ പിങ്ക് കളറിലുള്ള ഈ സ്ലൈം എടുത്തിട്ടുണ്ടേ. ഇത് നമുക്കൊന്ന് തുറക്കാം. നല്ല രസമുണ്ട് സത്യം പറഞ്ഞാട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാൻ തോന്നുന്നില്ലടാ. ഈ പൗഡറും ഈ കോൾഗേറ്റൊക്കെ ചേർത്ത് ഇത് നശിച്ചു പോവില്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഏതെങ്കിലുമൊക്കെയാണ് ചേർത്ത് മിക്സ് ചെയ്യും. ഇത് നല്ലതായിട്ട് കിട്ടുന്നവരായിരിക്കും വിജയിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഗോൾഡ് കളറിലുള്ള നമ്മുടെ സ്റ്റാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വയലറ്റ് കളറിലുള്ള സ്റ്റാർസ് എടുക്കാം. എന്ത് ഭംഗിയാ ഇത് കാണാന്. മിക്സ് ചെയ്യാനേ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ കൊതി വരിക. നിനക്ക് എന്താ കൊതി വരാത്തത്? എന്തുണ്ടായാലും അങ്ങ് തിന്നണം എന്നുള്ള ഒരു വിചാരമുള്ളു. നീ പോടി ഗൗരി, നീ വാടാ. എന്തൊരു ഭംഗിയാ ഇത് കാണാന്. ഈ സ്റ്റാർസ് ഇട്ടപ്പോ ഭയങ്കര രസമുണ്ടല്ലേ. ഇനി നെക്സ്റ്റ് എനിക്ക് കിട്ടിയത് യെല്ലോ കളറിലുള്ള സ്ലൈമാണ്. ഇതിന്റെ ബ്ലം 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 ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഗോൾഡ് കളറിലുള്ള നമ്മുടെ സ്റ്റാർസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ആ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു ഇതിനകത്തുള്ള ഐറ്റം ചേർത്തേ പറ്റൂ. ഓക്കെ ഓക്കെ, ഞാൻ എന്റെ സ്ലൈമിനെ ഒന്ന് സുന്ദരിയാക്കാൻ പോവാ. ഞാൻ ഫെയർ ലവ്ലി എടുക്കാൻ പോവാ. ഇനി നമുക്ക് ഞെക്കിപ്പിച്ച് ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ മിക്സ് ചെയ്യാം. എന്താ ഇതിന്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. എന്താവുമെന്ന് നോക്കാം. സൈഡിലൊക്കെ വൈറ്റ് കളറായി. അയ്യോ, എന്റെ സ്ലൈം നശിച്ചു പോയോ? അയ്യോ, പിരിന്നൊക്കെ വരുന്നല്ലോ. ഒന്ന് നോക്കട്ടെ. മിക്സ് ആയിട്ട് വരുമ്പോ വലിയ കുഴപ്പമില്ല. നമ്മുടെ സ്ലൈമിന് നല്ല മണം ഫെയർ ലവ്ലിന്റെ. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാട്ടോ. അടുത്തത് ഞാനാ. എനിക്ക് കിട്ടിയത് ബ്ലൂ ആണ്. നമുക്കിതിലേക്ക് ബ്ലൂ കളറിലെ ഗ്ലിറ്റർ ചേർത്ത് നോക്കാം. എന്താ അവസ്ഥയെന്ന് അറിയാലോ.
നല്ല ഭംഗിയുണ്ട്. ആ ഗ്ലിറ്റർ അതിൽ വന്നപ്പോ എന്തോ രസമാ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൂടുതൽ രസിക്കാൻ ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് ചേർക്ക്. ചേർക്കണോ? ചേർത്തേ പറ്റൂ. എന്നാ പൗഡർ എടുക്കാം. പൗഡർ ഇട്ടിട്ട് ഇതിന്റെ അവസ്ഥ എന്താകുമോ എന്തോ, എന്റെ സ്ലൈം നശിക്കുമോ അതോ നല്ല കണക്കിരിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, ഇത് ചേർത്തപ്പോ ഇച്ചിരി ഒന്ന് ഹാർഡായി പോയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ല പ്രസ് ചെയ്യുമ്പോൾ ഉള്ള ബ്ലക്ക് ബ്ലക്ക് സൗണ്ട് ഇല്ലേ, അത് കുറഞ്ഞ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇച്ചിരി പൗഡർ ഇട്ടിട്ട് ഇത്തിരി കൂടെ അങ്ങോട്ട് ഇട്ടേ. ഇന്നാ ഞാൻ ഇട്ട് തരാം. ആ മതി ഗൗരി, മതി മതി മതി, ഞാൻ ഇട്ടല്ലോ ഗൗരി. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇത് നീ ഇങ്ങനെ ഇച്ചിരി ഇട്ടതുകൊണ്ടാ. നല്ല ഇട്ടിട്ട് ഞങ്ങൾ നോക്കട്ടെ, എന്നിട്ട് സമ്മാനം തരാം. ദേ, ഇത് മൊത്തം ബബിൾസ്. ദേ, സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. നീ നുണയൊന്നും അടിക്കണ്ട, സത്യാടി. ദേ, നല്ല രസമുണ്ട് ബബിൾസ്. ഇനി അടുത്തത് ഞാൻ എനിക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്ത്. ഇതിനകത്തേക്ക് ഞാൻ വയലറ്റ് കളറിലുള്ള നമ്മുടെ സ്റ്റാർസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഹായ്, നല്ല രസമുണ്ട്. രസമുണ്ട് രസമുണ്ട്. ഇതിലേക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ചേർത്തേ പറ്റൂ. എനിക്കിത് ചേർക്കാൻ ഒട്ടും മനസ്സില്ല. എന്തായാലും ചേർത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാനിവിടെ ഫെവിക്കോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫെവിക്കോൾ ഇട്ടപ്പോൾ ഒരുമാതിരി ഹാർഡായിട്ട് പോയി. എന്റെ സ്ലൈം ചീത്തയായി പോയി. പക്ഷെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു ഗ്ലിസറിൻ ആ ഒരു കളർ മാറിയിട്ട് വൈറ്റ് കളർ ആയിട്ടുണ്ട്. അടുത്തത് ഞാനാണ്. എനിക്ക് ഗ്രീൻ കളറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ലൈമ കിട്ടിയത്. ഞാനിതിൽ കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് പൊടി ഇട്ടു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാണ്. അയ്യോ, എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളിയായിട്ട് വരുമെന്ന്. എന്നാലും നമുക്ക് നോക്കാമേ. എന്താ പറ്റുന്നത്? അയ്യോ, എന്റെ സ്ലൈം, മൈ ഗോഡ്, എന്റെ സ്ലൈം മൊത്തം പിരിഞ്ഞു പോയി. അയ്യോ അയ്യോ, എല്ലാവരും സ്ലൈം നല്ല സൂപ്പർ ആയിട്ട് വന്നു. എന്റെ സ്ലൈം മാത്രം പിരിഞ്ഞു പോയി. ഫ്രണ്ട്സ്, നിങ്ങൾ ആരും സോപ്പ് പൊടി സ്ലൈമിൽ ചേർക്കല്ലേ, നശിച്ചു പോയി. മണ്ടി, സ്ലൈമിനകത്ത് സോപ്പ് പൊടി ചേർത്തിരിക്കുന്നു. ഈ സ്ലൈം നോർമലി കളിച്ചാലല്ലേ കൊള്ളാവൂ. എടാ മുയലച്ച പയ്യെ, നീ ഇങ്ങനെ ചിരിച്ചിരിച്ച് ഞാൻ പോയി താഴെ. അയ്യോ, ഇനി
നമ്മള് ഇപ്പൊ ചെയ്ത എല്ലാ സ്ലൈമും കൂടി നമ്മുടെ സോപ്പ് പൊടി സ്ലൈം വേണ്ട, എല്ലാം നശിച്ചു. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ എടുത്ത എല്ലാ സ്ലൈമും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്താണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് നമുക്കൊന്ന് കാണാമല്ലോ. കിട്ടിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. കമന്റ് ബോക്സിൽ കമന്റും ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആരുടെ സ്ലൈമാണ് ചീത്തയായി പോയതെന്നുള്ളതാണ്. അതിന്റെ ആൻസർ ചെയ്യാട്ടോ. ഉണ്ണിക്കുട്ട, എന്നാലും നിന്റെ പപ്പ ഗൾഫിൽ നിന്ന് എന്തുവാ കൊണ്ടുവന്നത്? അതൊക്കെ ഉണ്ട്, നിങ്ങളത് കണ്ടാ ഞെട്ടും. അന്ന് വേഗം കാണിക്കടാ, ഒന്ന് കാണാൻ കൊതിയായിട്ടയ്യ. എനിക്കും കൊതിയാവുന്നു. അയ്യോ, ഇതെന്തോ ഇത്രയും വലിയ പെട്ടി? അതെ, എന്തുവാടാ ഇത്രയും വലിയ പെട്ടിയില്? വലിയ ബോക്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ബടാ ബടാ കളിപ്പാട്ടമാണെന്ന്. അതേടാ, ഇത് വലിയൊരു കളിപ്പാട്ടവാ. എനിക്കങ്ങ് കൊതിയായിട്ടയ്യത് എന്താ കാണാനെന്ന്. ഹായ്, ഇത് ടോയ്സ് ആണെന്ന് തോന്നുന്നു. അതെ, ടോയ്സാ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയത് എന്താന്ന് എനിക്കും അറിയില്ല. ഹായ്, അടിപൊളി ടോയ്സ്. വാവ്, നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കുക്കിംഗ് ചെയ്യാമല്ലോ. അതെ, നമുക്ക് കുക്കിംഗ് ചെയ്യാം. ഹായ്, നമുക്കപ്പം ഇത് വെച്ചിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാവോ? എനിക്ക് വയ്യ. അപ്പം നമുക്കിന്ന് ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഫുള്ള് കളിക്കാം. ആ ശരിയാ, നമുക്കിന്ന് ഫുള്ള് കളിക്കാം. വാവ്, ഇതിനകത്തും വലിയ ടോയ്സ് ആണല്ലോ. നമുക്കിതെല്ലാം പുറത്തെടുത്ത് നോക്കാം. ഇത് ഫുള്ള് സെറ്റ് ചെയ്യണോടാ? അതെ, ഇതെല്ലാം സെറ്റ് ചെയ്താലേ നമുക്ക് കളിക്കാൻ പറ്റും. ഇത് ഒരുപാട് ടോയ്സ് ഉണ്ട്. ബ്ലൂ കളറിൽ, റെഡ് കളറിൽ, അങ്ങനെ ഒരുപാട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലെയർ ഇതാ. ആദ്യം നമുക്ക് ഇതെടുക്കാം, എന്നിട്ട് അതിനകത്ത് ഇതിന്റെ മേളിൽ ഇത് വെക്കണം എന്ന് തോന്നാം. ഇങ്ങനെയല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും അടിയിൽ വെക്കുന്ന പീസ് ഇങ്ങനെയാ. ഇതിന്റെ ഈ സൈഡിലായിട്ട് വെക്കണം. കണ്ടോ, ഈ രണ്ട് പീസ് നമുക്ക് ആദ്യം ഈ ഡോർ കണക്ക് ഓറഞ്ച് കളറിലെ ഡോറിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പഴാ ശരിയായത്. ഗൗരിക്ക് ഭയങ്കര ബുദ്ധിയാ ഗൗരി. പിന്നെ അല്ലാതെ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? എനിക്ക് നല്ല ബുദ്ധിയാ. ഇനി അടുത്ത ഇതെവിടാ വെക്കുന്നത്? അത് ഏറ്റവും ടോപ്പിലാ ശിവ വെക്കുന്നത്. നമുക്ക് ഇനി സെക്കൻഡ് ആയിട്ട് നമുക്കിത് ഇത് വെച്ച് കൊടുക്കണം. എന്തൊരു ക്യൂട്ടായിട്ട് കാണാനേ. എനിക്ക് തോന്നുന്നു ഇത് വർക്ക് ചെയ്യൂന്ന് തോന്നുന്നു. വർക്ക് ചെയ്യൂന്ന് പപ്പ പറഞ്ഞായിരുന്നു. ഈ അടുപ്പൊക്കെ വർക്ക് ചെയ്യും, സൗണ്ട് കേൾക്കും. നമുക്ക് അതൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 3 സൈഡ് ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കുറെയൊക്കെ സെറ്റ് ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇതാണ് ഗൗരി വെക്കേണ്ടത്. അതെ, ഇവിടെ ഹോൾ ഉണ്ട് കണ്ടോ? ആ ഹോളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു കിച്ചൺ ആണ് കിട്ടിയത്. ഇനി ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതിന്റെ കൂടെ, നമുക്ക് നോക്കാം. പിന്നെ ഇതെന്തുവാ സാധനം? ഹായ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ്. പിന്നെ എന്താ ഉള്ളത്? പൈപ്പ്. അതെ, പൈപ്പും ഉണ്ട്, ഗ്ലാസും ഉണ്ട്. ഈ പൈപ്പ് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നു. നിനക്ക് എന്താ തോന്നുന്നു ശിവ? എനിക്കും തോന്നുന്നു പൈപ്പ് വർക്ക് ചെയ്യും. ഇതിനകത്തുനിന്ന് വെള്ളം വരും ഗൗരി. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്ന. എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. പൈപ്പ് അടിപൊളിയല്ലേ ഗൗരി? അത് ശിവ, സൂപ്പർ ഐഡിയ ഉണ്ട്. ഇത് ഇതിന്റെ ഏറ്റവും അടിയിൽ വെക്കുന്നതാ കണ്ടോ? ഇതെന്തോ സാധനം? ഇതൊരു പൈപ്പ് പോലെ ഉണ്ടല്ലോ. നമുക്ക് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ ശിവ? ഇപ്പൊ ഓക്കെ ആയി. ഇത് ഇങ്ങനെ ഇറക്കി വെക്കുന്നതാണെന്ന് തോന്നുന്നു. അയ്യോ ശിവ, ഇത് ഇതിന്റെ അകത്തോട് ഇങ്ങനെ ഇറക്കുകയാണെന്ന് തോന്നുന്നു. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഭയങ്കര പാടാന്ന് തോന്നുന്നു ഇത് സെറ്റ് ചെയ്യാൻ, അല്ലേ ഉണ്ണിക്കുട്ടാ? ഇത് സെറ്റ് ചെയ്യാൻ ഇത്തിരി പാടാ. എന്നാലും സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമല്ലോ. അത് ശരിയാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഇത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ വെള്ളം ഇതിലേക്കൂടെ വരും എന്നറിയാൻ വയ്യല്ലോ. അപ്പൊ ഇതെവിടെ വെക്കുക?
ഇത് ഇതിന്റെ ഏറ്റവും ടോപ്പിലാ ഗൗരി. ഇത് ഫുൾ ഊര്. നീ ഇത് ചെയ്തത് മൊത്തം തെറ്റായി പോയി. ഇങ്ങനെയൊന്നും അല്ല. ദേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെക്കണം. എല്ലാം മണ്ടത്തരാണല്ലോ കാണിക്കുന്നത്. ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ഈ പൈപ്പിനകത്തോട്ട് ഈ സാധനം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിങ്ങനാണെന്ന് തോന്നുന്നില്ല ഗൗരി എനിക്ക്. നമുക്ക് ലാസ്റ്റ് നോക്കാം ശിവ. ആദ്യം നമുക്കിത് വെച്ച് കൊടുക്കാം. എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. നമുക്ക് ആദ്യം എന്തായാലും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഫുള്ള് വ്യൂ ഒന്ന് കാണാലോ. അത് ശരിയാ ഗൗരി. ഇനി ഈ പൈപ്പ് എങ്ങനെയാ? ഈ ഒരു സാധനം വെച്ചിട്ട് ഇത് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. സൂപ്പർ. നമ്മുടെ പൈപ്പ് നല്ല രസമുണ്ടല്ലേ. ഇനി ഇതിന്റെ കൂടെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. നമുക്കിതെല്ലാം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം. അപ്പം നല്ല അടിപൊളി ഒരു ബോക്സ് ആയിട്ട് കിട്ടി. ഇതൊക്കെ കിച്ചണിൽ വെക്കുന്ന ഐറ്റംസ് ആയിരിക്കും അല്ലേ ഗൗരി? അതെ, ഇതെല്ലാം കിച്ചണിൽ വെക്കുന്ന ഒരു ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഈ സൈഡൊക്കെ കണ്ടോ? ഈ സൈഡ് ഫുൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ലതാണെങ്കിൽ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി കുക്കീസ്, പിന്നെന്തുവാ അത് ക്യാരറ്റ് കുക്കി. അപ്പം 2 കുക്കീസ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കീസ് റെഡി. ഇനി നമുക്ക് നമ്മുടെ ഓവനൊക്കെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഇളക്കിയെടുക്കാം. ഇതിനകത്തൊക്കെ കുറേ ഓൺ ഓഫിൻ്റെ ഒക്കെ ബട്ടൺസ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒട്ടിച്ച് ഇളക്കി എടുത്തിട്ട് ഒട്ടിക്കാം. ഓക്കെ. നമുക്കിത് ഈ ഓറഞ്ച് കളറിലുള്ള ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. അല്ല ശിവ, ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ചിലവരൊക്കെ ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പം ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എഴുതിയൊക്കെ വെക്കും. റെസിപ്പിയൊക്കെ എഴുതി വെക്കാനായിട്ടുള്ള ഒരു ബോർഡാ. പിന്നെ ഇതെന്തോ സാധനം എന്ന് അറിയാൻ വയ്യ. ഹായ്, ചോക്ക് വെച്ചിട്ട് ഇതിനകത്ത് എഴുതാൻ ഗൗരി. ഹായ്, നീ ഒന്ന് എഴുതി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ, അടിപൊളിയല്ലേ ശിവ? അതെ, ഇത് വെച്ചിട്ട് കളിച്ചാലും തീരൂല. നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കളിക്കാല്ലേ ഗൗരി? അതെ ശിവ, നമുക്കിത് ഈ സൈഡിൽ വെക്കാം. നല്ല രസമുണ്ട്. നല്ല ബ്ലൂവും ബ്ലാക്കും കലർന്ന നല്ല ബോർഡ് അല്ലേ ശിവ? അതെ ഗൗരി. നമുക്കപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ ആ പഞ്ഞിയൊക്കെ നമുക്ക് ഈ സൈഡിൽ വെക്കാമേ. അതെന്ത് കളറാ ശിവ? യെല്ലോ. അതറിയത്തില്ലേ നിനക്ക്? ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തതാ, എനിക്കറിയാം. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. ഇത് കിച്ചൺ വേസ. ഇതുണ്ടോ അടിപൊളി ഒരു ഡിഷ്. നല്ല രസമുണ്ട് അല്ലേ? അതെ, നല്ല ഡിഷ്, നല്ല രസമുണ്ട്. ഇതിനകത്ത് കുറേ കുക്കിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ട്. കണ്ടാ, ഇതെല്ലാം കളിക്കുന്ന സാധനങ്ങളാ. ഓരോ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നതൊക്കെ ഐറ്റംസ്. നമുക്കിത് ഇതുപോലെ അടപ്പും ഉണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള അടപ്പ്. നമുക്ക് 2 ഓറഞ്ച് കളറിലുള്ള 2 ഇതുണ്ട്, വേവിക്കുന്ന പാത്രങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ അടുപ്പ്. ഇതുണ്ട് ഇവിടെ ബാറ്ററി ഇട്ട് ഇത് വർക്ക് ചെയ്യും ഗൗരി. ശരിയാണല്ലോ. ഇത് കണ്ടോ, വേറെ കിച്ചൺ വെയർസ് ഒത്തിരി ഉണ്ട്. ബ്ലൂ കളറിലെ കുറേ ഡിഷസ്. ഇതുണ്ട് പ്ലേറ്റ്, നമുക്ക് ഫുഡ് കഴിക്കാം ഇങ്ങനെ. പ്ലേറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ സ്പൂൺസ് ഉണ്ട്. ഒരുപാടുണ്ടല്ലോ ഗൗരി ഇത്. അതെ, ഒരുപാട് ഐറ്റംസ്. എന്തായാലും കൊള്ളാം, അടിപൊളി സാധനം ഇല്ലേ? അതെ ഗൗരി, എന്തൊരു ക്യൂട്ടായത് കാണാൻ. ഇവിടെയൊക്കെ ഹാങ് ചെയ്തിടാം നമുക്ക്. കണ്ടോ, എല്ലാം എടുത്തോണ്ട് വാ. നമുക്കിതെല്ലാം ഇവിടെ ഹാങ് ചെയ്തിടാം. 1 2 3 4. ആ സൈഡിൽ നമ്മൾ 4 ഇട്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ ഇട്ട് കൊടുക്കാം. 1 2 3 4. ഈ സൈഡിൽ നമുക്ക് 4 ഇട്ട് കൊടുക്കാം. അപ്പം അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ നമ്മുടെ കിച്ചൺ ഇവിടെ സെറ്റ് ആവാൻ തുടങ്ങി ഗൗരി. എന്തായാലും നല്ല ക്യൂട്ട്, അടിപൊളി. നമുക്ക് ഈ ബ്ലൂ പാത്രങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം, എന്നിട്ട് വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഡിഷൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതെന്താ സാധനമാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ബാറ്ററി ഇട്ട് കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഓക്കെ,
ഓക്കെ ഗൗരി, ഇതെന്തുവാ ഗൗരി? ഇതെന്ത് സാധനം? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ക്യാപ്സിക്കം, ഇലിമ്പിക്ക, ഇതൊക്കെ എനിക്കറിയാം. പിന്നെ ഇതൊക്കെ ഓരോ ടിന്നാളാ, നമ്മുടെ സോസൊക്കെ ഒഴിച്ച് വെക്കുമല്ലേ, അങ്ങനത്തെ ടിന്നാളാ. ടൊമാറ്റോ സോസും ഓരോ കെച്ചപ്പൊക്കെ ഒഴിക്കുക. ഇത് സോസേജ്. പിന്നെ ഇത് ഓരോ സോസേജിൻ്റെ ടിന്ന്. പിന്നെ ഇതൊക്കെ ഓരോ വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു. ഇതും ഒരു വെജിറ്റബിളാ. അപ്പോൾ കുറേ വെജിറ്റബിൾസും കിട്ടിയിട്ടുണ്ട്, കുറേ സോസിൻ്റെ ടിന്നും നമുക്ക് കിട്ടി അല്ലേ ശിവ? അതെ ഗൗരി. ഇനി നമുക്ക് ഇതിനകത്തൊരു ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഇത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന ടിന്ന. അപ്പം നമുക്ക് ടൊമാറ്റോയുടെ ഒരു ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മാളിലെടുത്ത് വെച്ച് കൊടുക്കാം ഗൗരി. ഓക്കെ, ഇനി അടുത്ത ഇതെന്തുവാണ്? അത് മസ്റ്റാർഡ്. അത് നമുക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത എന്തുവാ? മിൽക്ക്. എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക്. അപ്പം അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. അടുത്തത് പെപ്പർ. അതിൻ്റെ ഫോട്ടോയും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത എന്തുവാ? സോസേജ് എടുത്ത് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് ഈ ടിന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ കുക്ക് ചെയ്ത് കളിക്കണ്ടേ, അപ്പം നമുക്ക് ഇതെല്ലാം കഴുകിയെടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കഴുകിയെടുക്കണ്ടേ ഗൗരി? യെസ് യെസ്, ബാക്കി വെജിറ്റബിൾസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ ഗൗരി. ഇനി അടുത്ത എന്തുവാ? നമുക്ക് കുക്ക് ചെയ്യാം ഗൗരി, കുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, കുക്ക് ചെയ്യാം. ദേ ഇത് ഫുള്ള് കാണാൻ എന്തൊരു മനോഹരമായിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയേ, നല്ല രസമുണ്ട്. ശരിക്കും റിയൽ കുക്കിംഗ് പോലെ ഉണ്ട്. ദേ സൗണ്ട് കേൾക്കുന്നു ഗൗരി. ഇത് കൊള്ളാം. ഞാനൊരു വെജിറ്റബിൾസ് കറി ഉണ്ടാക്കട്ടെ. നീ എല്ലാ വെജിറ്റബിൾസും പോയി ഒന്ന് കഴുകിയെടുത്തിട്ട് വാ. നമുക്ക് ഈ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ആ ഒരു ഇതൊക്കെ വെച്ചില്ല, അത് അങ്ങനെയല്ല ഗൈസ്. നമ്മളിതൊന്ന് തിരിച്ചൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഇതിലേക്കൂടെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കുറേ നേരമായില്ലേ ശിവ വെള്ളം വരാത്ത? എന്താ ശിവ, നമ്മളെ പറ്റിച്ചു എന്ന് തോന്നുന്നു. അയ്യോ, എന്നാലും എന്താ വെള്ളം വരാത്തത്? അയ്യോ, ലീക്ക്. നമ്മുടെ പൈപ്പിൽ നിന്ന് ലീക്ക് ആവുന്നു ഗൗരി. അയ്യോ, കഷ്ടായി പോയല്ലോ. ലീക്ക് ആവുന്ന വെള്ളം മൊത്തം പോവാ. ഒശോ, എന്താ ചെയ്യാ? അയ്യോ, അമ്മ കണ്ട നമ്മളെ വഴക്ക് പറയും. ഇതെല്ലാ വെള്ളവും താഴെ വീണ് പോണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വെജിറ്റബിൾസ് തൽക്കാലം നമുക്ക് ഇങ്ങനെ കഴുകി എടുക്കുക. അല്ലാതെ ഇപ്പം എന്താ ചെയ്യാനാ? നമുക്ക് ഈ ഒരു ഡിഷ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെജിറ്റബിൾസ് എല്ലാം എടുക്കുക അവർ. നമുക്ക് ഇതുപോലെ കഴുകി എടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നമുക്ക് വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അല്ലേ നമുക്ക് അമ്മയിട്ട് അടി കിട്ടും. ഈ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ശിവ? അതെ ഗൗരി, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട്. നല്ല ശരിക്കും ഒരു റിയൽ കുക്കിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൗരി. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ടല്ലേ? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പേഴ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഈ പോട്ട്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും നല്ല പോട്ട്സ് ഡെക്കറേറ്റ് ചെയ്യുന്നവർക്കാണ് സമ്മാനം. അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ വേറെ ഓരോ കോമ്പറ്റീഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. ചിലപ്പോഴേക്കും അവിടെ പോയി നോക്കിയിട്ട് വരാമേ. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ശിവ നോക്കി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളെല്ലാവരും സെപ്പറേറ്റ് നമുക്ക് ഇതിന് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് നമുക്ക് പോട്ട്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ പോട്ട്സ് വ്യത്യസ്തമാണല്ലോ. എനിക്കൊരു റൗണ്ട് ഷേപ്പ്, നിനക്കിത് ഇതുപോലൊരു ഷേപ്പ്, പിന്നെ റോസിന് വേറൊരു ഷേപ്പ്. ഈ ഷേപ്പാണ് നല്ല രസം ഉണ്ടായിരുന്നു. ഈ പോട്ട് എനിക്ക് എന്നാൽ എൻ്റെ പോട്ട് നിനക്ക് തരാം. നോ, ഈ പോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിലേ വർക്ക് ചെയ്യുള്ളൂ. നല്ല രസമായിരിക്കും ഇതിൽ വർക്ക് ചെയ്താല്. നീയും വരില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ തരൂല, നോക്കിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആർട്ട് എൻജോയ് ആവട്ടെ. നമ്മുടെ പോട്ടിന് എന്ത് കളറാ ഫസ്റ്റ് കൊടുക്കുക? പിങ്ക് കൊടുക്കാം. ഓക്കെ, നമ്മുടെ
ബ്രഷ് ഇളകി വന്നല്ലോ. ഭാഗ്യം, ഞാൻ പേടിച്ചു പോയി. ഇവിടെ എല്ലാം പെയിന്റ് ആയി. എല്ലാം തുടച്ചളയാം. ഇങ്ങനെ വിരലിലെടുക്കാം. എന്നിട്ട് ചിലപ്പോ അടിക്കുമ്പോ ഫുള്ള് നല്ല അണക്ക് വന്നാലോ. നമ്മൾ അങ്ങനെ ഒരു പിങ്ക് നിറം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ഗോൾഡ് മെറ്റാലിക് കളർ വേണം. മെറ്റാലിക് കളർ ഇല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു കളർ എടുക്കാം, കുറച്ചെടുക്കാം. ഓക്കേ, കുറച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ഗോൾഡ് ഗ്ലിറ്റർ എടുക്കാം. ഇനി ഗോൾഡ് ഗ്ലിറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാവ്, അപ്പൊ അടിപൊളിയായി. സൂപ്പർ. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇതോട്ട് ശരിയായല്ലോ. നൈസ് ഐഡിയ. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. വാവ്, ഇപ്പൊ നല്ല തിളക്കുണ്ട്. ഇപ്പൊ അടിപൊളിയായി എന്റെ പോട്ട്. ഇനി ഇത് എന്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന? ഇതെടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് സ്റ്റിക്കറാ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റുമെന്ന് തോന്നുന്നു. സൂപ്പർ. ഇത് നമുക്ക് ഭയങ്കര സിമ്പിൾ ആണല്ലോ. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്ത് ക്യൂട്ടായി ഇങ്ങനെ വെക്കുമ്പോഴേ. സൂപ്പർ. ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സൂപ്പർ, ഭയങ്കര ലുക്ക്. ഇപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യാ? ഇനി ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ലാസ്റ്റ് ആ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നല്ല രസമായിരിക്കും. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മേളിൽ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ആയിരിക്കും. ഓക്കേ, അങ്ങനെ എന്റെ വർക്ക് കംപ്ലീറ്റ്. നല്ല ഗ്ലിറ്റർ ഒക്കെ വെച്ചിട്ട് എന്തൊരു ക്യൂട്ട് ആണെന്ന് നോക്കി. നല്ല രസമുണ്ട്. ഇന്ന് എനിക്കായിരിക്കും ഫസ്റ്റ്. എന്തൊരു ക്യൂട്ടായിട്ടാ റോസ് ഇത് ചെയ്തത്. എനിക്ക് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് ചെയ്യണം. ഐ വാണ്ട് ക്യൂട്ട് പോട്ട്സ്. ഇതിൽ എന്ത് കളറാ ഞാൻ കൊടുക്കുക? നമുക്കിതിലേക്ക് ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുക്കണം. ഞാനൊരു ബ്ലൂ കൊടുത്താലോ? ഇതിൽ ബ്ലൂ കളർ എവിടെ ഇരിക്കുന്നു? കിട്ടി. ബ്ലൂ. നമുക്ക് ഫുള്ള് ബ്ലൂ കളർ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫുള്ള് ബ്ലൂ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് ഈ ലേസ് ഒട്ടിച്ചാലോ? അപ്പൊ നല്ല രസമായിരിക്കും കാണാൻ, നല്ല ലുക്കായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ച് ഇനി നമുക്ക് ഈ സ്റ്റിക്കർ കൂടിയിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നല്ല ലുക്കായിരിക്കും കാണാൻ. വാവ്, ഇപ്പൊ നല്ല രസമുണ്ടല്ലേ ഫ്രണ്ട്സ്? എങ്ങനെയുണ്ട്? ലുക്ക്. ഇനി നമുക്ക് ഈ ഗോൾഡ് സ്റ്റാർ ഇട്ട് കൊടുക്കണോ അതോ ഇത് ഗ്ലിറ്റർ ഇട്ടാ മതി? ആകെ കൺഫ്യൂഷൻ ആണല്ലോ. നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുത്ത് നോക്കിയാലോ? ചിലപ്പോ നല്ല പൊളി ലുക്ക് ആയാലോ? ഒന്ന് നോക്കാം നമുക്ക്. അയ്യോ, ഒട്ടി പിടിക്കുന്നില്ലല്ലോ. എന്നാ നമുക്ക് ഗ്ലിറ്റർ എന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. ലുക്കാവോ എന്തോ നോക്കാം. നമുക്ക് ട്രൈ ചെയ്യാലോ. നമുക്കിതിന്റെ മേളിൽ കൂടി ഇത് കണക്ക് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല തിളക്കായിരിക്കും. ഒരു ഭംഗിക്ക് കുറച്ച് പേഴ്സ് കൂടി വെച്ചാലോ? ഇതിന്റെ തുമ്പത്ത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നല്ല രസമായിരിക്കും. അങ്ങനെ എന്റെ പോട്ട് കംപ്ലീറ്റ്. എന്റെ പോട്ടില് എനിക്ക് എന്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ അടിക്കാം. നമുക്ക് ബ്രഷ് എടുത്ത് ഗ്രീനിൽ ഡിപ്പ് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ പോട്ട് എടുത്തിട്ട് ഇതുപോലെ കളർ അടിച്ചു കൊടുക്കാം. എല്ലാരും ഈ സ്റ്റിക്കർ ഒട്ടിച്ചു. സോ ഞാനും ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ. ഓക്കെ, എന്നിട്ട് ഗോൾഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഇത്ര മതി. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഗോൾഡ് ഒട്ടിച്ചു കൊടുക്കാം. അതാണ് നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇനി ഈ
സൈഡിലോട്ടിക്കാം. ഓക്കേ, ഇത് ഇത്ര ഒട്ടിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതായത് നമുക്ക് ഇതുപോലെ മാല പോലെ ഇട്ട് കൊടുക്കാം. എന്തൊരു രസായി. എന്ത് ക്യൂട്ട് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്കായിരിക്കും ചിലപ്പോ ഫസ്റ്റ്. 3 പേരും ചെയ്തത് വളരെ നന്നായിട്ടുണ്ടല്ലോ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇതിപ്പോ ഏതാ ഞാനൊന്ന് സെലക്ട് ചെയ്യാ? ഗൗരിയുടെ ഗ്രീനില് ആ ഒരു ആർട്ട് വർക്ക് വന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. സൂപ്പർ ഗൗരി. അതുപോലെ ശിവ ആ ബ്ലൂവിൽ ചെയ്ത ആർട്ട് വർക്കും വളരെ മനോഹരമായിട്ടുണ്ട്. ആ പേൾസ് ഒക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വന്നത് നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പിങ്കി മുകളിൽ ആ ഗ്ലിറ്ററും ആ പിങ്കില് ആ ഒരു ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിപ്പോ ഏതാ നമ്മൾ സെലക്ട് ചെയ്യാ? അത്ര മനോഹരമായിട്ട് നിങ്ങൾ ഈ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് എനിക്കിപ്പോ തോന്നുന്നത് ഗൗരിയുടെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരെണ്ണ എടുത്തോളൂ. അവിടെ നിക്കടാ. എത്ര പറഞ്ഞാലും ഇവൻ കേക്കില്ല. അവര് വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം അവൻ തിന്നു തീർക്കും. അന്ന് കണ്ടല്ലേ, ഇപ്പൊ നല്ല മാറ്റമുണ്ട് അല്ലേ ചേച്ചി? കവളക്കേന്ന് തൊടുത്തു. അറിയോ? കുഞ്ഞമ്മേനെ അറിയെടുക്കണ്ണ. അറിയോടി ചെല്ലുകുട്ടി. ചേച്ചി നിങ്ങൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കേറി വാ. അമ്മേ ഇതേ അമ്മയുടെ കൊച്ചുമോനെ കണ്ടോ? രഞ്ജിത്തേട്ടാ വാ. നടക്ക്. എന്തിയേ എന്റെ കൊച്ചുമോനെ നേരെ ചൊവ്വേ ഞാനൊന്ന് കാണട്ടെ. ഇങ്ങെടുക്ക്. മുത്തശ്ശിയുടെ പൊന്നെ, മുത്തശ്ശിയുടെ പൊന്നെവിടെ? അറിയോ? ഈ മുത്തശ്ശീനെ അറിയോ? തുമ്പിമോളെ പോലെ തന്നെയാ മോനിരിക്കുന്നേ. മോനെ രഞ്ജിത്തെ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറിയിരിക്കും മോനെ. ഇപ്പോഴും പഴയ വിരോധമൊക്കെ തന്നെയാണോ? വിരോധം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ? ഞാൻ വെറുതെ ചോദിച്ചതാ മോനെ. ഇരിക്കി. എടി ഗുണ്ടൂസേ, നീ ഇപ്പൊ ആകെ തടിച്ച് വീർത്തു പോയല്ലോ. പ്രസവം കഴിഞ്ഞ ശേഷം ഞാൻ കയറി വണ്ണിച്ചു. ചേച്ചി ഇപ്പോഴും ആ പഴയ കോലം തന്നെയാ. എന്താ ഇത്? ഒരു മാറ്റവും ഇല്ലല്ലോ. അതെ അന്നും ഇന്നും അതേ കോലം. നീ ഒന്നും കഴിക്കത്തില്ലേടി കൊച്ചേ? എന്തെങ്കിലുമൊക്കെ കയറി ഇറങ്ങി തിന്നണം, എന്നാലല്ലേ നല്ല വണ്ണിച്ച് വരത്തുള്ളൂ. പിന്നെ പ്രസവമൊക്കെ നോക്കേണ്ട രീതി നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വന്ന് നിൽക്ക്, ഞാൻ നോക്കിക്കോളാന്ന്. നീ കേട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് ഭർത്താവിനെയും മക്കളെയും വിട്ടു വരാൻ വയ്യ. അത് പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? ചേച്ചി പറ വിശേഷങ്ങളൊക്കെ. ചായ കുടിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. എന്തിനാ മോളെ ഇതൊക്കെ? നിങ്ങൾ കഴിക്കണ്ട, പിള്ളേർ കഴിച്ചോട്ടെ. മോനെ അതും കൂടി ഇങ്ങ് എടുത്തിട്ട് വാ. ദീപു മോനെ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങ് വാ. മോനിക്ക് ചോക്ലേറ്റ് ഇഷ്ടാണോ? ഇഷ്ടമാ. ദീപു മോനെ, ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് വല്യമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാ എടുത്തോ. താങ്ക് യു വല്യമ്മ. നിന്റെ പേര് ദീപുനാ?
ചാരുമോളെ എന്താ വിളിക്കുന്നത്? ചേട്ടാന്ന് വിളിക്ക്. സോറി, ചേട്ടന്റെ പേര് ദീപുന? ആ, എന്റെ പേര് ദീപുന. നിന്റെ പേര് ചാരുന? ആ, സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് വളരേണ്ട മക്കളാ. ഇപ്പൊ അപരിചിതരെ പോലെ ഉണ്ട്. ആ, മോളെ തുമ്പി, ഇടയ്ക്കൊക്കെ നാട്ടിൽ വരെ എടുക്കുകയൊക്കെ വേണം. ഇതിപ്പോ ഒത്തിരി നാളായില്ലേ. നിങ്ങളെപ്പോ വന്നു? ആ, കുറച്ചു നേരമായി. ദിനേശിന് ഇവിടെ ഉണ്ടായിരുന്നോ? ആ, നിങ്ങളിരിക്കി, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ലച്ചു, ആ തോർത്തങ്ങെടുക്ക്. ആ, വരുന്നു. അവളുടെ വിധി. ആ, എന്ത് ചെയ്യാനാ, എല്ലാം സഹിച്ചും പുറത്തും ജീവിക്കുന്നു. ചിലപ്പോ ഒക്കെ ഓർക്കാറുണ്ട്, നിന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരിക്കും കിട്ടിയത്, ഞങ്ങളത് അനുഭവിക്കുക. ഒരു കണക്കിന് അവളുടെ ജീവിതം നശിപ്പിച്ചത് ഞാൻ തന്നെ. ഒന്നും അന്വേഷിക്കാതെയും കാണാതെയും കേൾക്കാതെയും എല്ലാം നടത്തിയില്ലേ. അതിനിടയ്ക്ക് കുഞ്ഞുമായി ഒരുപാട് നിർബന്ധിച്ചു. എന്നിട്ട് ഇവളെ കേൾക്കണ്ടേ? അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്ന് കരുതി ക്ഷമിച്ചും സഹിച്ചും ഇപ്പോഴും അങ്ങ് ജീവിക്കുക. ചേച്ചി എന്തിനാ വിഷമിക്കുന്നേ? എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഞാനങ്ങ് ജീവിക്കുക. പിന്നെ ഈ പിള്ളേരുടെ സന്തോഷവും ബഹളവും ഒക്കെ കാണുമ്പോൾ തന്നെ ഞാൻ വേറൊന്നും ഓർക്കാറേ ഇല്ല. ചാരുമോളെ, ഇന്നാ ചോക്ലേറ്റ്. വേണ്ട, അത് ദീപചേട്ടൻ തിന്നാ. ഞാൻ എപ്പോഴും ചോക്ലേറ്റ് ഒക്കെ തിന്നുന്ന തന്നെയാ. ഞാനേ ഈ മിച്ചറ് തിന്നാളാ. ചേട്ടനും കൂടെ എടുത്താ. അയ്യോ അയ്യോ, ദീപു എന്തുവായി കാണിക്കുന്നത്? അത് മൊത്തം അവിടെ തട്ടിയിട്ടോ? ഞാൻ കണ്ടില്ല അമ്മമ്മേ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ആ, ഇനി ആ തറയെ കിടക്കുന്നത് എടുത്ത് കഴിക്കണ്ട, അഴുക്ക് കാണും. ആ പ്ലേറ്റ് ഇരിക്കുന്നത് മാത്രം കഴിക്ക്. ഇന്നാ ദീപചേട്ടനെ എടുത്തോ കേട്ടോ. ആ ചാര്, കുഞ്ഞിനെ വന്ന സമയം മുതൽ പുതച്ച് മൂടി വെച്ചേക്കുക. ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയാലേ അവൻ കൈയും കാലും ഒക്കെ ഒന്ന് എടുക്കും. കണ്ടോ കണ്ടോ, ദേ മക്കളായ ഇതുപോലെ കൈയും കാലും എടുത്തിരിക്കണം. എന്നാലല്ലേ കുഞ്ഞുങ്ങൾ വളരത്തുള്ളൂ. അല്ലാണ്ട് ചുമ്മാ പുതച്ച് മൂടി വെച്ചാ അതിന് ശ്വാസം വിടാൻ പോലും പറ്റില്ല. ചക്കിമോളെ, അമ്മ വേറെ ചോക്ലേറ്റ് തരാം, അത് ചേട്ടൻ കഴിച്ചോട്ടെ. നല്ല രസമുണ്ട്. ഭയങ്കര ചോക്ലേറ്റ് കൊതിച്ച. എത്ര ചോക്ലേറ്റ് തിന്നാലും തിന്നും. ഫ്രിഡ്ജൊക്കെ തുറന്ന് കട്ട എടുത്താ ചോക്ലേറ്റ് തിന്നുന്നത്. എടി ലച്ചുദേ, കുഞ്ഞി തൊട്ടിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. ആ, അവളിങ്ങ് വന്നോളും. ഇത് സ്ഥിരം തന്നെ. അല്ലടി, ഇവക്ക് എത്ര വയസ്സായി? 3 ആയി. ഇപ്പോഴും തൊട്ടിലിൽ തന്നെ. ഈ പിള്ളേര് തൊട്ടിലിൽ കിടക്കാറേ ഇല്ല. ആ, ഇവിടെ പിന്നെ തൊട്ടിലേ ഉറങ്ങത്തുള്ളൂ. ആ, പുഷ്പമോള് എണീച്ചല്ലോ. ഇങ്ങ് വാ, ചോദിക്കട്ടെ. പുഷ്പമോളെ ചെല്ല്, അതാരാന്നറിയോ? മക്കളെ വല്യമ്മയാ. ഇല്ല,
അയ്യോടാ, എന്തിനാ പേടിക്കുന്നേ? ഇങ്ങ് വാ, വല്യമ്മ പറയട്ടെ. എനിക്ക് പേടിയാ. ആഹാ, അങ്ങനെ പറഞ്ഞാ പറ്റൂലല്ലോ. വല്യമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വന്നേ പറ്റൂ. ബാ 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 ചോദിക്കട്ടെ. ചോക്ലേറ്റ് ഇഷ്ടാണോ? ആഹാ, എന്നാ ഇന്നാ പിടിച്ചോ. പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ? എന്തൊക്കെ പഠിച്ചു? ഞാൻ ആരാന്നറിയോ? വല്യമ്മ. പറഞ്ഞേ. അയ്യേ, ഇങ്ങനെയാ പറയാ? വലിച്ചു പറ, എന്നാലല്ലേ കേക്കാൻ പറ്റൂ. പറഞ്ഞേ. ആ ശിവ, ഇങ്ങ് വാ. ഇനി ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് കുളിക്കാം. എന്നാ അവിടെ ഇരിക്ക്. ബബിൾസ് ബബിൾസ്. ഗൗരിക്കുട്ടി, ഗൗരി, പോടാ. ഹായ്. ആഹാ, ശിവൻകുട്ടന് നന്നായി ഇഷ്ടായെന്ന് തോന്നല്ലോ. ഇന്നാ കുറച്ചുകൂടി ബബിൾസ്. അടിപൊളി. ഹായ്. എനിക്കിത് നല്ല ഇഷ്ടായി. എനിക്ക് ഇത് നല്ല ഇഷ്ടായി. എനിക്ക് നല്ല ഇഷ്ടായി. മതി കേട്ടോ, കൂടുതൽ വെള്ളത്തിൽ കളിച്ചാലേ പനി പിടിക്കും. ഇവന്റെ ബാറ്റ് എന്തൊരഴിക്കാമേ. ഇവന് കുളിയും നനയൊന്നുമില്ലായിരുന്നെന്ന് തോന്നുന്നു. അല്ലമ്മേ, ഇവന് കുളിക്കാനും നനയ്ക്കാതെയൊക്കെ നടന്നുകൊണ്ടാണോ ഇങ്ങനെ കറുകറാന്നായത്? ഗൗരിക്കുട്ടി, നീ എന്റെ മേടിക്കും, പോകത്ത്. ഇവ വന്നതിന് ശേഷം അമ്മേട്ടെന്ന് എനിക്ക് എപ്പോഴും വഴക്കുള്ളൂ. കാണിച്ചു തരാ ഞാൻ. പോടാ.
ഗൗരി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. അയ്യോ മോനെ ശിവ, അയ്യോ വാ, എണീക്ക്. വാ, ഇരിക്കൂ ട്ടോ. നോക്കട്ടെ, എന്നെ കാണിക്ക്.